ഹലോ, നമ്മൾ രണ്ടാമത്തെ പാർട്ട് വിക്ടേഴ്സ് +2 ഇംഗ്ലീഷിൻ്റെ മലയാളം പരാവർത്തനത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫാണ് എടുക്കുന്നത്. രണ്ടാം പാർട്ടിലെ വിക്ടേഴ്സിൻ്റെ ക്ലാസ് 2 വീഡിയോകളായിട്ടാണ് സൗകര്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. Hello dears, welcome again. Happy to see all your smiling faces. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മുടെ മുന്നിലുള്ള ചിരിക്കുന്ന മുഖങ്ങൾക്ക് സ്വാഗതം. Sad faces കാണുന്നുണ്ടല്ലോ. Leave all your worries because it's a very good day and we are going to deal with a very good topic also. So children, എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റിവെച്ച് ഇന്ന് നല്ല ഒരു ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. dealing with a very important topic, right? In the previous class, do you remember? Very good. So, we are actually dealing with a topic which is the need of the hour. Can you tell me what is the topic? Yes, the three. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ വിഷയം സെക്കൻഡ് പാരഗ്രാഫ് 3 Ls ഓഫ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റിൻ്റെ 3 എല്ലുകളെക്കുറിച്ചാണ്. L's of empowerment. Yes, it's a speech by Christine Lagarde. Very good. We have discussed the first paragraph of the speech in our previous class. So, shall we have a quick recap of? അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ സ്പീച്ചിലെ രണ്ടാമത്തെ പാരഗ്രാഫാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പാരഗ്രാഫിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് the things that we have discussed. Okay, let me see whether you have read the paragraph or not. Okay, come on, tell me. So, Christine Lagarde, she was telling about a challenge in the first paragraph. She begins a speech pointing. ക്രിസ്റ്റ്യൻ ലഗാർഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോട് പറഞ്ഞിരുന്നത്, കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മളോട് പറഞ്ഞിരുന്നത് 3 LSകളെ കുറിച്ചാണ്. എന്തായിരുന്നു അത്? ആ സ്പീച്ചിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് 3 Lകളെ കുറിച്ചാണ്. Out that particular challenge. What was the challenge? Can you tell me? Right. അതിൽ 3 വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞത്. ഏതൊക്കെയാണ് ആ വെല്ലുവിളികൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്കോണമി. സാമ്പത്തിക വളർച്ചയിൽ സ്ത്രീകളുടെ പങ്കിൻ്റെ കുറവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. Lack of participation of women in economy. Very good. That's it. Again, she has emphasized that 50% of the population represents women. Total population number. വീണ്ടും നമ്മളോട് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞത് 50%, അതായത് 50% ജനസംഖ്യ സ്ത്രീകൾ വരുന്നുണ്ട്. എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 50% women ആണുള്ളത്. Yet the contribution of women is less in our economy. എന്നിട്ടും
അവരുടെ സംഭാവന നമ്മുടെ സാമ്പത്തിക വളർച്ചയിൽ വളരെ കുറവാണ്. Why is it so? We have discussed that. Do you remember? Very നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ അതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? good. Because they are blocked from contributing their true potential. Actually, they have got എന്തായിരുന്നു കാരണം? അവർ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് തടസ്സം നിൽക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ സംഭാവനയിൽ നിന്ന്. അവരുടെ കഴിവ് സമൂഹത്തിന് കൊടുക്കുന്നതിൽ നിന്ന് അവരെ തടയപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. a lot of potential in them. They've got a lot of abilities in them, skills in them, but they cannot contribute their potential. That is the sad part. അവർക്ക് കുറേ കഴിവുകളുണ്ട്, അവർക്ക് കുറേ നിപുണതകളുണ്ട്, പക്ഷേ അവർക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് നമ്മുടെ വളർച്ചയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് വളരെ വിഷമമായ അവസ്ഥയാണ്. So children, she is also suggesting a way to remove these blocks. Isn't it? Yes. Can you tell me? അപ്പോൾ അവർ ഇത് സോൾവ് ചെയ്യാനുള്ള വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അത്? What is the solution for this? Very good. I know you have the answer. What is it? The three. എന്തായിരുന്നു അതിൻ്റെ പരിഹാരം? അതെ, അതിൻ്റെ ആൻസർ the 3 Ls ആയിരുന്നു. Ls. The 3 Ls can empower women. Now, which are these 3 Ls? Very good, very good. The 3 Ls are learning, labor, and leadership. So, അതെന്തായിരുന്നു 3 എല്ലുകൾ? 1 പഠനം, 2 ജോലി, 3 നേതൃത്വം. she has stated in the first paragraph that, or she has stated this in her introduction of the speech itself, that the 3 Ls, learning can empower women, labor can empower women, and leadership can also empower women. വിദ്യാഭ്യാസം സ്ത്രീകളെ ശാക്തീകരിക്കാൻ കഴിയും, അതുപോലെ ജോലി അവരെ ശാക്തീകരിക്കാൻ കഴിയും, അതുപോലെ മൂന്നാമത്തെ വിഷയമായ ലീഡർഷിപ്പ്, അതായത് നേതൃത്വവും അവരെ എംപവർമെൻറ്റ് ചെയ്യാൻ കഴിയും. Very good. I'm so happy that you have read the paragraph and you have understood the paragraph very well. Okay. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. Today, we'll discuss these each L in detail. We'll discuss how. ഇന്ന് നമുക്ക് ഈ 3 LSനെ എങ്ങനെ ഡീറ്റെയിൽസായി ചർച്ച ചെയ്യാം. വളരെ വിശദമായി നമുക്ക് ഈ 3 LSകളെ കുറിച്ച് ചർച്ച ചെയ്യാം. Learning can empower women, how labor can empower women, and how leadership can empower women. Wait. എങ്ങനെ നമുക്ക് വിദ്യാഭ്യാസം സ്ത്രീകളെ എംപവർമെൻറ്റ് ചെയ്യുന്നു, ശാക്തീകരിക്കുന്നു എന്ന് നോക്കാം. എങ്ങനെ ജോലി അവരെ ശാക്തീകരിക്കുന്നു എന്ന് നോക്കാം. എങ്ങനെ നേതൃത്വം അവരെ ശാക്തീകരിക്കുന്നു നോക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് പണി ചെയ്യാനുണ്ട്. Before going to that topic, I have given you an assignment in the previous class, right? ഞാൻ മറന്നുപോയി എന്ന് വിചാരിച്ചു കാണും. No. Hope you all have attempted the assignment.
Hope you all have submitted the assignment to your teachers. Yes? Very good. Now, what was the assignment that I have given you? നിങ്ങളെല്ലാം ടീച്ചേഴ്സിന് നിങ്ങളുടെ അസൈൻമെൻ്റൊക്കെ സബ്മിറ്റ് ചെയ്തോ? നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് അസൈൻമെൻറ്റുകൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ അസൈൻമെൻറ്റുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു അസൈൻമെൻറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. Yes. Do you think the 3Ls can help women remove these blocks? That was the assignment that I have given you. And I have asked you to write your opinion or your... എങ്ങനെയാണ് ഈ ബ്ലോക്കുകൾ ഇല്ലാതാക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽസായി സെർച്ച് ചെയ്ത് അസൈൻമെൻറ്റ് തയ്യാറാക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും കൂടി ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. Comments. We have also shown you some expressions which you can use while writing comments or while stating your opinion also. A lot of students, they have sent their assignment. അപ്പം നിങ്ങളോട് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നും കൂടി ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ നമുക്ക് എന്ത് അയച്ചിട്ടുണ്ട്, അസൈൻമെൻറ്റ് അയച്ചിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് ചർച്ച ചെയ്യാം. To us. Here you can see those assignments. Shall we read one? Yes? Right. In my opinion, അതിൽ കുറച്ച് ഒന്ന് നമുക്ക് വായിക്കാം. The 3Ls can change the lives of women and help them to achieve more goals by overcoming the consequences. Here, the 3Ls denote to learning, labor, and leadership. Through learning, women get a platform for exploring their potential. Learning offers them good and a variety of jobs which help them to achieve a good status in the society. Through labor, women could contribute their part to the economy of the country. These also help us to understand the financial contribution of women to support our economy. They could also take up higher positions in certain companies. Women could hold higher positions in our society and make us clear about their leadership quality. In my opinion, women have more leadership quality as they are maintaining the balance in each and every house in our country. Nowadays, women have the potential to run an organization or hold a position as ministers or other superior officers. Therefore, if these... ഈ അസൈൻമെൻറ്റിൽ പറയുന്നത് സ്ത്രീകൾക്ക് ലേബറിലൂടെയും അതുപോലെ ലേണിങ്ങിലൂടെയും അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെയും കഴിവിനെക്കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകൾക്ക് ലേണിങ്ങിലൂടെ വളരെയധികം ഉന്നതിയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് ലേബറിലൂടെയും വളരെ ഉന്നതമായ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള എക്കോണമി സാമ്പത്തികമായി കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ട് അവർക്ക് മിനിസ്റ്റർ പോലുള്ള മന്ത്രിമാർ പോലുള്ള സംഗതികൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ അസൈൻമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത്. 3Ls are provided to women, they could do wonders in our world. They could show their potential and how essential is their part in the society. Now tell me, how about this? She has written it wonderfully well, right? Yes. Almost she has added many of the points in her assignment also. So children, if you want to add... അപ്പോൾ
ഈ അസൈൻമെൻറ്റിൽ വളരെയധികം പോയിൻറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. Any points which you have left out, you can. And if you have written it wonderfully well, then it is very, very good. Okay? Yes. So now, ഏതെങ്കിലും പോയിൻറ്റ്സുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, എന്നിട്ടൊരു നല്ല അസൈൻമെൻറ്റ് ഉണ്ടാക്കാം. let's see the 3 L's in detail. Children, imagine that നമുക്ക് 3 എല്ലുകളെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യാൻ തുടങ്ങാം. there is a ladder over here, and on top of the ladder you can find the word empowerment. Okay, and the task for you is to reach on top of this ladder. If you reach, ഇതൊരു ലാഡറായി നമുക്ക് സങ്കല്പിക്കാം. അതായത് ഒരു കോണി, ഒരു ഏണി, അതിൻ്റെ ടോപ്പിൽ എംപവർമെൻറ്റ്, ശാക്തീകരണം എന്നതും അതിൻ്റെ അടിയിൽ ലേണിംഗ് എന്നതുമാണ്. അപ്പോൾ ഈ 3 സംഗതികൾ ഉപയോഗിച്ച്, അതായത് ലേണിംഗ്, ജോബ് ആൻഡ് ലീഡർഷിപ്പ് ഉപയോഗിച്ച് എംപവർമെൻറ്റിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾ ശ്രമിക്കണം. the top, you can be empowered. Okay? For that, you have to climb this ladder step by step. And down there you can find the first step, which is the first step to empowerment. Right. Learning. Learning is the first thing or first step to empowerment. Okay? Before that, we'll watch a video. And നോക്കൂ, ആ ഏണിയിൽ ആദ്യത്തെ പടി ലേണിംഗ് ആണ്, വിദ്യാഭ്യാസമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. വിദ്യാഭ്യാസമാണ് ആദ്യത്തെ പടി, ശാക്തീകരണത്തിലുള്ള ആദ്യത്തെ പടി. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. I'm sure that this video will give you an answer if learning can empower women or not. Okay? So, shall we watch the video? ഈ വീഡിയോ നമുക്ക് മനസ്സിലാക്കി തരും എങ്ങനെയാണ് സ്ത്രീകൾ ശാക്തീകരണത്തിലേക്ക് എത്തിപ്പെടേണ്ടതാണ്. ഈ വീഡിയോ അടുത്ത ക്ലാസ്സിൽ, അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. Yes.